ശ്രീ ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ ജയേന്ദ്രൻ സർ, ഈ ആനത്താരകൾ അതുപോലെ തന്നെ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള അവിടെ ഇറങ്ങുമെന്ന് കരുതുന്ന ഹോട്ട്സ്പോട്ടുകൾ, ഇവിടെയൊക്കെ ഡ്രോൺ നിരീക്ഷണം, അതുപോലെ തന്നെ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം, അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധം, ലൈറ്റ്, അതുപോലെ തന്നെ വാർത്താവിനിമയ ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെ കണ്ട് വളരെ ഈ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കുകയും പരിഗണിക്കുകയും ഒരു ശക്തമായ ആക്ഷൻ പ്ലാനിലൂടെ പെട്ടെന്ന് തന്നെ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകൾക്ക് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് അവർക്ക് രക്ഷ നൽകാൻ, അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട നീക്കങ്ങളല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്? അതിന് പുറമെ ഓരോരോ മരണം സംഭവിക്കുമ്പോഴും നഷ്ടപരിഹാരം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്നിപ്പോൾ ഇത് അസാധാരണ മരണമാണ്, അതുകൊണ്ട് ഇതിൽ പരിശോധന വേണമെന്ന തീരുമാനങ്ങൾ, അവിടുത്തെ ജനങ്ങളെ കൂടുതൽ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നിസ്സംഗമായ സമീപനങ്ങൾ, ഇതൊക്കെ തിരുത്തേണ്ട ഒരു സമയം സംസ്ഥാന സർക്കാരിനായില്ലേ? കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രശ്നങ്ങളിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പുമാർ പറഞ്ഞത് സർക്കാരും വനം വകുപ്പും ഒക്കെ നോക്കുകുത്തികളാവുകയാണ്, മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് എന്നൊക്കെ പരസ്യമായി അവർ പ്രതികരിക്കുന്ന രീതിയിലേക്ക് സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം. എന്തുകൊണ്ട് ഇതിന്റെ ഗൗരവം വേണ്ടത്ര കരുത്തിൽ സർക്കാർ മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? സംഭവം തന്നെ പറഞ്ഞു തുടങ്ങാം. വനംവകുപ്പ് ആസ്ഥാനത്തു നിന്ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ട് തന്നെ ഞാൻ പറയാം. അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രം, മുഴുവൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിലിങ്ങനെയാണ് പറയുന്നത്: വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ചാർച്ച റേഞ്ചിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തുള്ള പമ്പ് ഹൗസിന് സമീപം വഞ്ചിക്കടവ് വാഴച്ചാൽ ഉന്നതിയിലെ സതീഷ്, രവി, രമ, അംബിക എന്നിവർ 3 ദിവസമായി വനത്തിനുള്ളിൽ കുടിൽ കെട്ടി താമസിച്ച് തേൻ ശേഖരിച്ച് വരികയായിരുന്നു. ഇവരിൽ സതീഷിനെയും അംബികയെയും കാണാനില്ലെന്ന വിവരം കൂടെ ഉണ്ടായിരുന്നവർ കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇന്നേ ദിവസം 15/4/2005 രാവിലെ 8 മണിയോടെ അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ സതീഷിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും അംബികയുടെ മൃതദേഹം പുഴയിൽ കിടക്കുന്നതായി കണ്ടെത്തുകയും ഉണ്ടായി. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് 8:30 സ്ഥലത്തെത്തി പുഴയിൽ നിന്ന് മൃതദേഹം കരയ്ക്കെത്തിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവരിൽ സതീഷിൻ്റെ മൃതദേഹം ചാലക്കുടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുള്ളതും ആനയുടെ ചവിട്ടേറ്റുള്ള ആന്തരിക രക്തസ്രാവം മൂലമാണ് മരണപ്പെട്ടത് എന്ന് പ്രാഥമിക നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതുമാണ്. അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് വനംവകുപ്പ് ആസ്ഥാനത്ത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് സതീഷിൻ്റെ മരണം ആനയുടെ ചവിട്ടേറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മറ്റേത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണെന്നാണല്ലോ ഞാൻ ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ പറയുകയും ചെയ്തല്ലോ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വനംവകുപ്പ് എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വനംവകുപ്പ് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തന്നെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഗോപികൃഷ്ണൻ. മറ്റൊരു കണക്ക് പറഞ്ഞാൽ, ഈ വസ്തുതകൾ സംസാരിച്ചാൽ 2021-22 മുതൽ ഈ സമയം വരെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ വന്നിട്ടുള്ളത് ആന ആക്രമിച്ച് മരിച്ചത് ഈ 35 കേസാണ് 2021-22. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് 27, 22, 19, ഈ വർഷം 2 കേസ് അത്രയുമാണ് വന്നിട്ടുള്ളത്. ഓരോന്നും നമുക്കെടുത്ത് പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് വനം വകുപ്പ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ശരാശരി 585 ലക്ഷം രൂപയാണ് സംസ്ഥാന വനം വകുപ്പിന് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചു വരുന്നത്. ശരാശരി 580 എന്ന് പറഞ്ഞാൽ 5,85 ലക്ഷം രൂപ. അതേസമയം സർക്കാർ ചിലവാക്കുന്നത് 3,493 ലക്ഷം രൂപ വീതമാണ് ശരാശരി ഓരോ വർഷവും ചിലവാക്കി പോരുന്നത്. അപ്പോൾ ഇത് ചെയ്യാഞ്ഞിട്ടാണോ? ഇവിടെ ഒന്നും നടക്കാഞ്ഞിട്ടാണോ? അപ്പോൾ ഈ നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വകുപ്പ് തന്നെ ഇവിടെ ഉണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ എന്നൊക്കെ പറയും. ഇതിൻ്റെ സ്റ്റാറ്റിക്സ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. പക്ഷേ ആ സ്റ്റാറ്റിക്സ് പറഞ്ഞ് തർക്കിക്കാനല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. വസ്തുതകൾ എന്താണെന്ന് ബോധ്യപ്പെടുക, ആ ബോധ്യപ്പെടലിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ്. ഇപ്പം ഇന്നത്തെ സതീഷിൻ്റെ തന്നെ മരണം, അവർ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഞാൻ വായിച്ചല്ലോ. 3 ദിവസമായി അവരവിടെ കുടിൽ കെട്ടി താമസിച്ച് തേൻ ശേഖരിച്ച് വരികയാണ്. അപ്പോൾ ഒരാളുടെ
മരണം കൺഫേംഡായി, ആന ചവിട്ടി തന്നെ മരിച്ചതാണ്. മറ്റേയാളുടെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. പിന്നെ അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വരുന്നത്. അതങ്ങനെയല്ല, അത് ആന ചവിട്ടിയതാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്വാഭാവികമായും പറയുന്നവർക്ക് പറയാം അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് സതീഷിൻ്റെ ഭാര്യ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്? പിന്നെ അവർ പറയുന്നത് കേട്ടില്ലേ, അവിടെ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ആന ചവിട്ടിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് റിപ്പോർട്ട് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വിടണം. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ സംസാരിക്കാൻ വരികയാണ്. എന്ത് മര്യാദഘട്ട പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ചാനലുകളുടെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് ഈ സതീഷിന്റെ ഭാര്യ തന്നെ. നമ്മൾ കണ്ടതല്ലേ, എല്ലാവരും കണ്ടതല്ലേ, ഇതല്ലേ അവസ്ഥ. അപ്പം അല്ല, വേറൊരു കാര്യം കൂടി അവിടുത്തെ ബന്ധുക്കൾ പറഞ്ഞു. ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത വേറൊരു കാര്യം കൂടി ശ്രീ ജയേന്ദ്രൻ, ഈ കുടുംബക്കാർ പറയുന്നുണ്ട്. ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. പിന്നെ ആരുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലയിൽ വരുന്നത് അവിടെയാണ് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീകൾക്ക് തന്നെ പറയേണ്ടി വന്നത്, നിങ്ങൾ ഈ വൃത്തികെട്ട പണി കാണിക്കരുത് എന്നുള്ളത്. അത് നമ്മൾ കാണുകയാണ്. അല്ലല്ല ശ്രീ ജയേന്ദ്രൻ, ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വരുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട്.